അസ്സലാമു അലൈക്കും. നാട്ടിൽ നിന്ന് താത്തയും അളിയനും പിള്ളേരും അനിയത്തിമാരും അനിയനും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്തയുടെ മോളുടെ ബർത്ത്ഡേ ആണ് February 12. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. ഞാനും പിള്ളേരും കൂടി കേട്ടോ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ ഒരുങ്ങി സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളിലുള്ള പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അതായത് ഇവർ ഇന്നലെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാട്ടോ എത്തിയത് രാത്രി. അത് കഴിഞ്ഞ് നമ്മൾ ഫോർട്ട് കൊച്ചിയൊക്കെ കറങ്ങാൻ പോയി. ഇന്ന് രാവിലെ ആയിട്ട് വന്ന് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ കിടന്നത്. പക്ഷേ എണീറ്റപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടയർഡ്നെസ് ആയിരുന്നു കേട്ടോ. കാരണം ഉറക്കം റെഡിയാവാത്ത ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ പിള്ളേർ മാത്രമാണ് ഫുൾ ഓൺ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബിരിയാണി കൂടി കഴിച്ചപ്പം എല്ലാവർക്കും ഭയങ്കര കിക്കായ പോലെയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഉറക്കം വരുന്ന പോലെയായിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ പിള്ളേരാണ് അവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി ലുലു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒരു ഫൺലാൻഡ് കയറാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവരെല്ലാവരും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ലുലു പോയി. അവിടുന്ന് കുറച്ച് നേരം ഹൈപ്പറിലൊക്കെ കയറി. പക്ഷെ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവർ രണ്ടുപേരും അവരുടേതായ ഒരു ലോകത്തായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരുമാണ് എല്ലായിടത്തും ഓടിച്ചാടി നടന്നിട്ട് കണ്ടില്ല എല്ലാം തട്ടിമറിച്ചിടുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൺലാൻഡിൽ കയറി. അപ്പോൾ പിള്ളേർ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വേഗം പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏജ് കാറ്റഗറി അല്ല, ഹൈറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ പിള്ളേരെ ഓരോ സെക്ഷനിലേക്ക് ആകുന്നത്. അപ്പോൾ നോയും ലയാനും ഒരു സെക്ഷനിലായിരുന്നു, നെയ്റ വലിയവരുടെ സെക്ഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഇന്നത്തെ ദിവസം നന്നായി അടിച്ചു പൊളിച്ചു. പിന്നെ അവരങ്ങനെ നേരെ വീട്ടിൽ പോവാട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു മാരേജ് റിസപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇപ്പം തന്നെ ഓൾറെഡി 7:30 കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു 8:30 ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് എത്തണം. ഫ്ലാറ്റിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ എത്തി. ഇതാട്ടോ ഇക്കടെ ഫ്രണ്ട് അഭിലാഷിൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു കേട്ടോ. അപ്പം അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ പ്രത്യേകം അഭിലാഷിൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മളിതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ലയാൻക്ക് ഫുഡൊന്നും വേണ്ടാതെ ഐസ്ക്രീം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.